ഡോക്ടർ സമ്പത്ത്, പ്രധാനമന്ത്രി ഇപ്പോൾ വരും, നമ്മളതാണ് കാത്തിരിക്കുന്നത്. പ്രധാനമന്ത്രി വരുന്നത് എന്താണ്? 2014 വന്നപ്പോൾ എന്താണ് പറഞ്ഞത്? 2019 എന്താണ് പറഞ്ഞത്? അദ്ദേഹം എങ്ങനെയാണ് ആ പാർലമെൻറ്റിലേക്ക് നമസ്കരിച്ച് കയറിയത്? ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നിതാ പ്രധാനമന്ത്രി വരുന്നതിൻ്റെ ദൃശ്യങ്ങളിപ്പോൾ BJP ആസ്ഥാനത്തേക്ക് വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണെന്ന് തോന്നുന്നു നമ്മളിപ്പോൾ കാണുന്നത്. എന്താണ് ഡോക്ടർ സമ്പത്ത്, പ്രധാനമന്ത്രി വന്ന് എന്തൊക്കെയാണ് പറയുക എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. എന്തുകൊണ്ടാണ് BJPക്ക് ഈ കാര്യങ്ങൾ ഇങ്ങനെ സംഭവിച്ചത് ദേശീയ തലത്തിൽ എന്നുള്ളത് BJP ഇപ്പോഴെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ, മനസ്സിലാക്കുന്നുണ്ടോ? ഞാനിപ്പോൾ ഇതിന് ഡോക്ടർ ലാലിൻ്റെ ചോദ്യത്തിന് ഞാനൊരു മറുപടി പറയുന്നതിനേക്കാളും നല്ലത് അഡ്വക്കേറ്റ് ജയസൂര്യയുടെ കൂടി നേതാവായിട്ടുള്ള ഡോക്ടർ സുബ്രഹ്മണ്യം സ്വാമി എന്ന വളരെ പേരുകേട്ട പാർലമെൻറ്റേറിയൻ, ദീർഘകാലം പാർലമെൻറ്റ് അംഗം കൂടിയായിരുന്ന മുൻ മന്ത്രി, BJPയുടെ തന്നെ യൂണിയൻ മന്ത്രി. അപ്പോൾ അദ്ദേഹം ഈ നമ്മുടെ വോട്ടുകൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന വേളയിൽ അദ്ദേഹം പറഞ്ഞതും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം കുറിച്ചതുമായ വാക്കുകൾ ഞാൻ വായിക്കാം. മോദീസ് ഡിക്റ്ററ്റോറിയൽ മൈൻഡ് സെറ്റ് പുട്ട് BJP ഇൻ ഡിച്ച് എന്നാണ്. ഈ 220 സീറ്റുകളാണ് BJPക്ക് അദ്ദേഹം പ്രവചിച്ചത്. എന്നിട്ട് പിന്നീട് പറയുകയുണ്ടായി, ഞാൻ പറഞ്ഞതിനടുപ്പിച്ച് 235 എത്തിയല്ലോ എന്ന്. അദ്ദേഹം പറഞ്ഞ ഈ വാചകം മോദിയുടെ ഈ സ്വേച്ഛാധിപത്യ മാനസികാവസ്ഥയാണ് BJPയെ കുഴിയിൽ കൊണ്ട് ചാടിച്ചത് എന്നാണ് ഏകദേശം മലയാള പരിഭാഷ. ഞാൻ വേറൊന്നും കൂടുതലായി പറയുന്നില്ല. BJP നേതാവ് തന്നെ പറഞ്ഞു ഇത്തരമൊരു കാര്യം എന്നുള്ളത് കൊണ്ട്. ഇപ്പോൾ സുബ്രഹ്മണ്യം സ്വാമി ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ രാഷ്ട്രീയ കക്ഷിയുടെ പൂർണ്ണമായ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ടല്ല എന്നൊക്കെ BJP നേതാക്കൾക്ക് പറയാമെങ്കിലും ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നിലവിൽ ഈ BJPയെ സംബന്ധിച്ച്, നേതൃത്വത്തെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി എന്നത് BJPയിലെ ചില ചങ്ങാതിമാർ പറയുമ്പോൾ ഇത് പടിയിറക്കത്തിൻ്റെ തുടക്കം, പടിയിറക്കത്തിൻ്റെ നാന്ദി കുറിക്കൽ എന്നുള്ളത്, ജസ്റ്റ് ലൈക്ക് ദ ബിഗിനിങ് ഓഫ് ദ എൻഡ് എന്നുള്ളത് പോലെ ഒക്കെ അത് വ്യാഖ്യാനങ്ങൾ അങ്ങനെ വരികയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ BJPക്കെതിരായി ഒരുപക്ഷെ എന്തെങ്കിലും പ്രസംഗിച്ചാൽ, അതല്ല എഴുതിയാൽ, കലാകായിക ഇപ്പോൾ രംഗത്തുള്ള ആളുകൾ, കായിക രംഗം കൂടി ഞാൻ എടുത്തു പറഞ്ഞത് ബ്രിജ്ഭൂഷൺ നടത്തിയതായിട്ടുള്ള കാര്യങ്ങൾ, നമ്മളെ ഈ ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ട് വനിതാ ഗുസ്തി താരങ്ങൾ അതിൽ തന്നെ അവരവസാനം വേദനയോടുകൂടി പറയുകയുണ്ടായല്ലോ, നമ്മുടെ പെൺമക്കൾ തോറ്റു, ബ്രിജ്ഭൂഷണൊക്കെ ജയിച്ചു എന്നുള്ള നിലയിലേക്ക്. ഇത് നമ്മൾ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില ഔന്നത്യങ്ങൾ, അത് ഏതാണോ സ്ഥാനം, ആ സ്ഥാനം വഹിക്കുമ്പോൾ അത്തരം കാര്യങ്ങളിൽ ചില ഔന്നത്യങ്ങൾ നമ്മൾ വഹിക്കേണ്ടതുണ്ട്. ഇവിടെ തങ്ങൾക്ക് മുമ്പ് ശൂന്യതയും തങ്ങൾക്ക് ശേഷം പ്രളയവും എന്നുള്ള മാനസികാവസ്ഥയിലേക്ക് എത്തപ്പെട്ടു പോയതുകൊണ്ടാണോ രാഷ്ട്രപിതാവിനെ തന്നെ ഏറ്റവും ക്രൂരവും നിന്ദ്യവും അപഹാസ്യവുമായ നിലയിൽ തള്ളിപ്പറയുകയും ഇകഴ്ത്തിക്കാണിക്കുകയും ചെയ്യുന്ന നിലയിലേക്ക് എത്തിയത്? ലോകത്തിലെ ഒരു രാഷ്ട്രവും, ആ രാഷ്ട്രങ്ങളിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയും ഏത് വ്യക്തിയും അധികാരം കൈയാളുന്നവരായാലും ഒരു കാരണവശാലും ആ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രപിതാവിനെ ഒരിക്കലും ഇകഴ്ത്തുകയില്ല എന്ന് മാത്രമല്ല, ഇകഴ്ത്താൻ അനുവദിക്കുകയുമില്ല. ഇവിടെ ഇതെല്ലാം വന്നത് ഈ സ്വയംകൃത അനർത്ഥങ്ങളിൽ തുടങ്ങിയതാണ്. ജനകീയ വിഷയങ്ങൾ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തതാണ്. ആ വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. ബേണിംഗ് ഇഷ്യൂസാണ്. ഓരോ മനുഷ്യനെ സംബന്ധിച്ചും അവരുടെ തൊഴിലും കൂലിയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവരുടെ ജീവിതം എന്നത് ആ തൊഴിലും കൂലിയുമായി ബന്ധപ്പെട്ടതാണ്. തങ്ങളുടെ വിഭവങ്ങളും തങ്ങളുടെ സമ്പാദ്യങ്ങളും തങ്ങളുടെ സമ്പത്തുമെല്ലാം കൊള്ളയടിക്കപ്പെട്ട് ഇങ്ങനെ പോകുന്നത് കണ്ടുകൊണ്ട് നിൽക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക്, ഈ കെട്ടുതാലി മുതൽ സ്വന്തം ഭൂമി വരെ ഈ വിധത്തിൽ പിടിച്ചുപറിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ബുൾഡോസർ രാജ് എന്നുള്ളത് നമ്മൾ കാണുകയല്ലേ, ബുൾഡോസർ രാജിൻ്റെ. പക്ഷേ അതിനെയൊക്കെ ഒരു തരത്തിലുള്ള ധ്രുവീകരണം കൊണ്ടോ അതല്ലെങ്കിൽ മറ്റു ചില വിദ്വേഷ വാക്കുകൾ കൊണ്ടോ പ്രസംഗങ്ങൾ കൊണ്ടോ ഒക്കെ മറികടക്കാമെന്നുള്ള ചില തന്ത്രങ്ങൾ കൂടി ശ്രമിക്കുന്നതും കൂടി നമ്മൾ കണ്ടു. ഡോക്ടർ ലാല, ഇതിലിപ്പോൾ ഞാനിപ്പോൾ അഡ്വക്കേറ്റ് ജയസൂര്യ, അദ്ദേഹം അഭിഭാഷകനാണ്, എന്നെപ്പോലെ തന്നെ ഒരു അഭിഭാഷകനാണ്, മറ്റു രണ്ടുപേരും മാധ്യമപ്രവർത്തകരാണല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഞങ്ങൾ അഭിഭാഷകർ സാധാരണഗതിയിൽ ഞങ്ങളുടെ എതിർ കക്ഷികൾക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകരോട് മൈ ലേണഡ് ഫ്രണ്ട്, മൈ ലേണഡ് സീനിയർ എന്നൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ അഭിസംബോധന ചെയ്യാറുള്ളത്. ഇപ്പോൾ ജയസൂര്യയോട് എല്ലാ സ്നേഹത്തോടും കൂടി, ഒരിക്കലും ജയസൂര്യ ഉപയോഗിച്ചിട്ടില്ലാത്ത
ഒരു പദം അദ്ദേഹത്തിൻ്റെ ചില നേതാക്കൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഓപ്പൺ സ്റ്റേജിലുള്ള സംവാദങ്ങൾ നടന്നപ്പോഴും ഇതുപോലുള്ള ചർച്ചകളിലും ഇന്ത്യ സഖ്യം, ഇന്ത്യ എന്ന പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഇന്ത്യ സഖ്യം, ഇന്ത്യ സഖ്യം തിരിച്ച് ഞാനൊന്ന് ചോദിക്കട്ടെ, NDA സഖ്യം എന്നുള്ളതിൻ്റെ മലയാളം പറയുമ്പോൾ NDA എന്നുള്ളതിൻ്റെ ആദ്യത്തെ രണ്ടക്ഷരങ്ങളെ വക്രീകരിച്ചു മലയാളത്തിൽ പറഞ്ഞാൽ വള്ളി മാറ്റി കിട്ടിയാൽ അശ്ലീലമായി പോകുന്ന പല പദങ്ങളും മലയാളത്തിലുണ്ട്. എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ പറഞ്ഞാൽ BJP പ്രവർത്തകർക്കും നേതാക്കൾക്കും മാത്രമല്ല രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കടക്കം ഉള്ളിൽ തോന്നുന്നൊരു വേദന എന്തായിരിക്കും? ഇതൊക്കെ ആയിരുന്നല്ലോ, ഇതൊക്കെ ആണല്ലോ ഇപ്പോഴും ഈ ചർച്ച നടക്കുമ്പോഴും ഇതിൽ കൈരളി പീപ്പിളിൻ്റെ ഒരു സഹജീവി ഒരു ചർച്ച നടത്തുന്നുണ്ട്. നിങ്ങളുടെ മാധ്യമരംഗത്തുള്ള വേറൊരു ഇപ്പോൾ ജയസൂര്യയുടെ പാർട്ടിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആളുകളാണ്. അവിടെ ആങ്കർ അടക്കം ഉപയോഗിക്കുന്ന പദപ്രയോഗം ഒന്ന് നോക്കൂ ഇത്തരം കാര്യങ്ങളിൽ. ഇതൊക്കെ അതൊരു ശരിയായ ഒരു പ്രവണതയായി ഞാൻ കരുതുന്നില്ല. ഇത്തരം കാര്യങ്ങൾ നമുക്കൊക്കെ ഒരു സാംസ്കാരികമായ ഔന്നത്യവും അത്തരം കാര്യങ്ങളെല്ലാം പ്രധാനമന്ത്രി, രാഷ്ട്രപതി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത്തരത്തിൽ പ്രതീക്ഷിക്കുന്നതാണ് ഈ കാര്യങ്ങളെ സംബന്ധിച്ച്. ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് ചുരുക്കാം. ഞാൻ ഉണ്ടായിരുന്ന ലോക്സഭയിൽ തന്നെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്, നമ്മളിപ്പോൾ ഇതൊരു ഫ്രണ്ട്ലി ടോക്കാണല്ലോ, നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പോളിങ്ങിൻ്റെ കഴിഞ്ഞു, കൗണ്ടിങ് എല്ലാം കഴിഞ്ഞു, ഇതെല്ലാം മുട്ട വിരിഞ്ഞെല്ലാം കാര്യങ്ങളെല്ലാം എല്ലാവരും ഇത് എണ്ണിത്തിട്ടപ്പെടുത്തി കഴിഞ്ഞു. ഇനി എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് നേതാക്കൾ അവിടെ തീരുമാനിച്ചിട്ട് അത്തരം കാര്യങ്ങൾ വരട്ടെ. ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി മറുചേരിയിലുള്ള പാർലമെൻറ്റ് അംഗത്തെയോ പാർലമെൻറ്റ് അംഗങ്ങളെയോ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് അങ്ങനെ പാർലമെൻറ്റിനകത്ത്, പുറത്ത് പ്രസംഗങ്ങളിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തമാശ തരത്തിൽ മുൻകാലങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ഇന്നത്തെ ഈ ദൃശ്യമാധ്യമങ്ങൾ വരുന്നതിന് മുമ്പൊക്കെ ഒരു തമാശയായി പലതും പറഞ്ഞിട്ടുണ്ടാവാമെന്നുള്ളതല്ലാതെ പാർലമെൻറ്റിനകത്ത് ഓൺ റെക്കോർഡാണ് കാര്യങ്ങൾ. ഞാൻ ഒരു വ്യക്തിയുടെ പേര് പറയാം. ഇന്ന് പഞ്ചാബിലെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ലോക്സഭയിൽ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ഇത് നിരവധി ആളുകളെ ഇത്തരത്തിൽ. അപ്പോൾ ഇതെല്ലാം തന്നെ ഇപ്പോൾ അത്തരമൊരു ഒരിക്കലും ഇപ്പോൾ എൻ്റെ ചങ്ങാതി BJP പ്രതിനിധീകരിച്ച് ജയസൂര്യ പറയുമ്പോൾ ഒരു ചർച്ചകളിലും അദ്ദേഹം അങ്ങനെയൊന്നും പറയാറില്ല എങ്കിൽ പോലും ഞാൻ പറയുന്നത്, ഇപ്പോൾ നമ്മുടെ ഇത്തരത്തിലുള്ള പ്രചാരകരായിട്ടുള്ള ആളുകൾ, എന്നെപ്പോലുള്ളവരോ അദ്ദേഹത്തെ പോലുള്ളവരോ എല്ലാം ചിലപ്പോൾ ഏതെങ്കിലും പൊതുയോഗത്തിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകളിലോ ഒക്കെ നമ്മൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞാൽ ശരി, അത് ടിറ്റ് ഫോർ ടാറ്റായി കാണാം. പക്ഷേ ഇവരൊക്കെ അങ്ങനെ അത് പറയാമോ? രാഷ്ട്രപിതാവിനെ നിന്ദിക്കുന്ന നിലയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടാനിടയുള്ള അത്തരത്തിലുള്ള ആ ഒരു പ്രസംഗങ്ങളോ അല്ലെങ്കിൽ പ്രവൃത്തികളോ അത് പാടുണ്ടോ? അതൊന്നും പാടില്ലല്ലോ. അതുപോലും ഇവിടെ നടന്നല്ലോ ഇത്തരം കാര്യങ്ങൾ. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് പൊട്ടിക്കരഞ്ഞാൽ അതുകൊണ്ടാവും. അതെല്ലാം ഇതെല്ലാം നാട്യം പോലെയല്ലേ കണക്കാക്കുക? ഡോക്ടർ സമ്പത്ത്, അതായത് ഒറ്റ വാചകം കൂടി അതായത് ഈ ഘട്ടത്തിൽ ഈ പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ ഈ 2 തവണ രാജ്യം ഭരിച്ചിട്ട് അവസാനം ജയസൂര്യൻ പറഞ്ഞ വാക്കുകളാണ്, 2 തവണ ഭരിച്ചിട്ടും ഞങ്ങൾക്ക് ഇത് മാത്രമേ കിട്ടിയുള്ളൂ എന്നുള്ളത് ഞങ്ങൾ അന്വേഷിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഈ പാർട്ടിയുടെ, ഈ മുന്നണിയുടെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് ഉത്തരവാദിത്വം തേടുമ്പോൾ ഡോക്ടർ സമ്പത്ത് മോദിയിൽ മാത്രം നിൽക്കുകയാണോ? അല്ല. അദ്ദേഹം ഇവിടെ ഒരു ഇതിൻ്റെ നായകൻ, ഞാൻ ബിംബം എന്നല്ല പറഞ്ഞ, അതിൻ്റെ നായകൻ മാത്രമാണെന്ന പദം ഞാൻ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഈ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ എന്തായിരുന്നു, നടപടികൾ എന്തായിരുന്നു, നിലപാടുകൾ എന്തായിരുന്നു, ആ പ്രവർത്തന ശൈലി എന്തായിരുന്നു, ഇതിനെപ്പറ്റിയെല്ലാം ചോദിക്കുമ്പോൾ മുമ്പ് BJPയുടെ നേതാക്കൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഞങ്ങൾ വ്യത്യസ്തമായൊരു പാർട്ടിയാണ്, ഞങ്ങൾ വ്യത്യസ്തമായ നിലപാടുകളാണ് എടുക്കുന്നത്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഞങ്ങളങ്ങനെ നിങ്ങൾ വിറ്റുതുളയ്ക്കുന്നു എന്ന് സമ്പത്തെല്ലാം പറയുമ്പോൾ ഞങ്ങളത് അത്തരത്തിൽ അവിടെ സ്വകാര്യവൽക്കരണം, അത് ഞങ്ങളുടെ നയത്തിൻ്റെ ഭാഗമാണ് എന്നത്. ലാഭകരമായി പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളടക്കം വിൽക്കപ്പെടുകയും ആ വിൽക്കപ്പെടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശതകോടീശ്വരന്മാർ നമ്മുടെ എല്ലാം തന്നെ സമ്പാദ്യം അത് ഈ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നടക്കം പണം അത്തരത്തിൽ അവരുടെ വീടുകളിലേക്ക് ചെന്ന് ഇങ്ങനെ ജയസൂര്യയുടെ ഭാഷയിൽ പറഞ്ഞ ലക്ഷ്മി ദേവതയുണ്ടല്ലോ, ലക്ഷ്മി ദേവി ചെന്ന് കൊട്ടി വിളിക്കുക, നോക്ക് അറ്റ് ദ ഡോറാണ് അവരുടെ. നമുക്കൊക്കെ വായ്പ കിട്ടാനുള്ള ബുദ്ധിമുട്ട് പോലെയൊന്നും അവർക്കില്ല. വായ്പകൾ എഴുതിത്തള്ളലും അതിന് നികുതികളിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ, ടാക്സ് കൺസെഷൻസ്, പിന്നെ കോർപ്പറേറ്റ് ടാക്സ് കോവിഡ് കാലത്താണ് കുറച്ചത്, ഇതുവരെ അത് വീണ്ടും കൂട്ടിയിട്ട് പോലുമില്ല. കോർപ്പറേറ്റ് ടാക്സ് വെട്ടിക്കുറച്ചത് തന്നെ കോവിഡ് മഹാമാരിയുടെ കാലത്താണ്. ആദായ നികുതിയിൽ ഇളവ് വരുത്തിയിട്ടില്ല. നമ്മൾ ഇൻകം ടാക്സ് കൊടുക്കുന്നവരാണ്, നമ്മുടെ ആദായ നികുതിയിലൊന്നും ഒരു ഇളവും വരുത്തിയിട്ടില്ല, ഒരു ആനുകൂല്യം നൽകിയിട്ടുമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ട് ഇതെല്ലാം ഈ ജനങ്ങളിത് അനുഭവിക്കുന്നത് സ്വാഭാവികമായി ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തി എന്നുള്ളത്. എനിക്കെന്ത് സംഭവിച്ചു എന്നുള്ളത് മാത്രമല്ല, സാമൂഹ്യ ജീവി എന്നുള്ള നിലയിൽ കാണുമ്പോൾ എൻ്റെ അയൽക്കാരന് സംഭവിച്ചത്, നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന കുട്ടികൾക്ക് സംഭവിച്ചത്, ഒരുപക്ഷെ നമ്മൾ പല ആളുകളും നമ്മുടെ ചുറ്റുവട്ടത്ത് മാത്രമല്ല നമ്മൾ കണ്ടും കേട്ടും അറിഞ്ഞ മറ്റു പല കാര്യം. അതുകൊണ്ടാണ്
ഗാസയിൽ നടക്കുന്നതായ കാര്യങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവർ ഖിന്നരാകുന്നത്. നമ്മൾ അവിടെ ഇസ്രായേൽ നടത്തുന്ന സിയോണിസ്റ്റ് ഭീകരമായ ആക്രമണങ്ങൾക്കെതിരായി ഈ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ അങ്ങനെ കേസ് കൊടുത്തത് പോലും ദക്ഷിണാഫ്രിക്കയാണ്. ദക്ഷിണാഫ്രിക്കയിലെ അവർ ആരാധിക്കുന്ന അവരുടെ പുറത്ത് ആ രാഷ്ട്രത്തിന് പുറത്തുള്ള ഒരു രാഷ്ട്രീയ നേതാവ് മഹാത്മാഗാന്ധിയാണ്. നെൽസൺ മണ്ടേല പോലും പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഗുരുവാണ് എന്നാണ്. അപ്പോൾ ആ ദക്ഷിണാഫ്രിക്ക എത്രയോ കാലം അപ്പാർത്തൈഡിൻ്റെ ഇരകളായിരുന്ന അവർ ഇന്ത്യയോളം സമ്പത്തുള്ളവരല്ല, ഇന്ത്യയോളം വിഭവങ്ങളും ഇന്ത്യ ഇന്ന് പറയുന്നത് പോലെയുള്ള ഈ അത്തരത്തിൽ നമുക്കുള്ളൊരു പൊളിറ്റിക്കൽ ക്ലൗട്ടൊന്നും ഒരുപക്ഷെ അവർക്കുണ്ടായില്ല. നമ്മുടെ അവകാശവാദം പോലെ അവർ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ കേസ് കൊടുക്കുക, ആ കേസ് അവിടെ വിജയിക്കുക, ആ അന്തർദേശീയ കോടതി ഇവിടെ ഇസ്രായേലിൻ്റെ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് പറയുക. നമ്മുടെ ഗവൺമെൻറ് എന്താ ചെയ്തത്? നമ്മൾ അതായിരുന്നോ ചെയ്യേണ്ടിയിരുന്നത്?